ആലപ്പുഴ ചേപ്പാട് റോഡ് തകർന്നതിനെതിരെ നാട്ടുകാരുടെ വേറിട്ട പ്രതിഷേധം. ചേപ്പാട് പഞ്ചായത്തിലെ പനച്ചമൂട് കൊച്ചുവീട്ടിൽ മുക്ക് റോഡിന്റെ സംസ്കാര കർമ്മം നടത്തിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ റോഡിന്റെ നിർമ്മാണത്തിൽ അടിമുടി അഴിമതിയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ചേപ്പാട് പഞ്ചായത്തിലെ 4 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന 2.5 കിലോമീറ്റർ ദൂരമുള്ളതാണ് പനച്ചമൂട് കൊച്ചുവീട്ടിൽ മുക്ക് റോഡ്. പഴയ റോഡ് കുത്തിപ്പൊളിച്ച് 3.25 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയാണ് 3 വർഷം മുമ്പ് പുതിയ റോഡ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ റോഡിന്റെ നിർമ്മാണം ഇടയ്ക്കിടെ നിർത്തിവെച്ചു. നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയതോടെ ഭാഗികമായി റോഡ് പൂർത്തീകരിച്ച് 1 വർഷം മുമ്പ് ടാർ ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കകം റോഡിലെ ടാർ ചൂലുകൊണ്ട് തൂത്തെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തി. ഇത് തുടങ്ങിയ കാലം മുതൽ ഈ പ്രശ്നങ്ങളാണ്. കാരണം ഈ റോഡിനകത്ത് അവർ ചെയ്യേണ്ട രീതി കൂടെയല്ല ഈ റോഡിൻ്റെ പണി നടത്തിയിരിക്കുന്നത്. ഏതെല്ലാം രീതിയിലുള്ള മെറ്റീരിയൽ ഇതിനകത്ത് ഉപയോഗിക്കണം, അതിനകത്തെല്ലാം ക്രമക്കേട കാണിച്ചിരിക്കുന്നത്. ടാർ ചെയ്ത് അന്ന് തന്നെ മഴ പെയ്ത് മഴയ്ക്ക് ഈ ബിറ്റുമൻ എല്ലാം ഒലിച്ചു പോയി. ബിറ്റുമൻ എന്ന് പറഞ്ഞാൽ ഇമൽഷൻ ആണ് ഉപയോഗിച്ചത്. അതിനകത്തും ഇവർ ക്രമക്കേട് കാണിച്ച് ഇമൽഷനകത്ത് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കേണ്ടാത്ത അതിനകത്ത് വെള്ളം അമിതമായ രീതിയിൽ വെള്ളം ഒഴിച്ചാണ് അവർ മിക്സ് ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്കൂടെ റോൾ ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു അരമണിക്കൂർ പോലും കഴിഞ്ഞില്ല. മഴ വന്നു കഴിയുമ്പോൾ എല്ലാം ഒലിച്ച് ഓടയ്ക്കാതെ പോയി. നിർമ്മാണത്തിലെ അപാകത മൂലം റോഡ് നാട്ടുകാർക്ക് കെണിയായതോടെയായിരുന്നു റോഡിനെ പ്രതീകാത്മകമായി ശവമഞ്ചത്തിലേറ്റി 2.5 കിലോമീറ്റർ വിലാപയാത്രയായി കൊണ്ടുവന്ന് സംസ്കരിച്ചത്. തകർന്ന റോഡിലൂടെയുള്ള യാത്രയിൽ അപകടത്തിൽപ്പെടാത്തവരും കുറവല്ല. മിക്കവാറും അപകടം ഇവിടെ തന്നെ ഈ റോഡ് ഇവിടെ തന്നെ മിക്ക കാറും കൊണ്ടുവന്ന് താഴെയിട്ട് 2 വീലറും വന്ന് താഴെ വീണ് ഇപ്പോൾ എല്ലാവരുടെയും കാലും കൈയും ഒക്കെ ഒടിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരവസ്ഥയിൽ ഒത്തിരി അടുത്ത് പരാതിയൊക്കെ കൊടുത്തത് നമ്മൾ. പിന്നെ ഈ റോഡിന് വേണ്ടി നമ്മൾ ഒരുപാട് ഒരു 3-4 പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾ ഇതൊരു ജാഥയായിട്ട് നടന്ന് ആരും ഇതിനകത്തൊന്നും കൈയൊന്നും എടുത്തിട്ടുമില്ല. റീബിൽഡുകാരാണെങ്കിൽ ഞങ്ങൾ ഈ റോഡിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പിറ്റേന്ന് റീബിൽഡുകാർ ആരെങ്കിലും കൊണ്ടുവന്ന് 2 വണ്ടിയെ വന്ന് അവിടെ ഇവിടെ ഒന്ന് കാണിച്ചിട്ട് അവരങ്ങ് പോകത്തേ ഉള്ളൂ. റോഡിലെ പൊടി കാരണം വീട്ടിലും ഇരിക്കാൻ കഴിയാതായെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ഇന്റർലോക്ക് ഇടാൻ 3 ഈ പോക്കറ്റ് റോഡും കൂടെ വന്ന് ചേരുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒന്നും ചെയ്തിട്ടില്ല, വെറും കുളം പോലെ കിടക്കുക. അപ്പോൾ ഈ ബസ്സും വണ്ടികളും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഭയങ്കര പൊടിയാണ്. വീട്ടിനകത്ത് ഇരിക്കാൻ എത്ര സമയം നമ്മൾ അടച്ചിട്ടിരിക്കും. അതുകൊണ്ട് 2-3 വർഷം കൊണ്ട് പൊടി തിന്നുകയാണ്. ശ്വാസം മുട്ടല ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇത് തന്നെ, എത്ര പേര് അവിടെ വീഴുക, ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും പരീക്ഷണാടിസ്ഥാനത്തിൽ പുനർനിർമ്മാണം നടത്തിയ ഭാഗം പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നും റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, ആലപ്പുഴ.